നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തുവാടി കാണിച്ചു വെച്ചിരിക്കുന്നത്? അറിയാതെ കൈതട്ടി വീണത്. നിനക്ക് എന്താടിയാ കോൾ എടുത്താല്? മര്യാദക്ക് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തോണം. നാശം ഓരോന്നുണ്ടാക്കി വെച്ചോളൂ. പോട്ടെ പ്രേമേ. അച്ഛൻ അങ്ങനെ പറയാം. എന്ത് ബുദ്ധിമുട്ടിയാ ഞാൻ ഇതൊക്കെ ഓരോന്നുണ്ടാക്കി വെച്ചെന്നറിയോ? എല്ലാം അവള് കളഞ്ഞു കുളിച്ചില്ലേ? മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി. മനഃപൂർവ്വം തന്നെ അച്ഛാ, എന്നെ ദ്രോഹിക്കാൻ. ഞാൻ ഉണ്ടാക്കി തരാം. എന്താ നീ പറഞ്ഞേ? വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാന്ന്. അഹങ്കാരം പറയുന്നോടി. ഇനി നീ ഉണ്ടാക്കി തന്നിട്ട് വേണം ഇവിടെ ഉള്ളവരെല്ലാം ആശുപത്രി കയറാൻ. ചേച്ചി എന്തിനെന്നെ തല്ലിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനെ തല്ലിയതെന്ന്? ഇതെല്ലാം താഴെയിട്ട് പൊട്ടിച്ചേന്. അവള് പറഞ്ഞത് കേട്ടില്ലേ അച്ഛാ? വേണമെങ്കിൽ ഉണ്ടാക്കി തരാന്ന്. അതിലെന്താ തെറ്റ്? അതില് തെറ്റേ ഉള്ളൂ. മനുഷ്യന് ഒരു അബദ്ധം പറ്റിയാൽ വിനയത്തോടെ മിണ്ടാതെ ഉരിയാടാതെ ഒരിടത്ത് പോയിരുന്നോണം. അല്ലാതെ ഇതുപോലത്തെ അഹങ്കാര വർത്താനം പറഞ്ഞാലുണ്ടല്ലോ ഇനിയും കിട്ടും എന്റെ. അല്ലെങ്കിൽ കുറെ നാളായിട്ട് ഇതുപോലെ ഒരെണ്ണം നിനക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഇപ്പോഴാ കിട്ടിയത് സമയം. എന്താടി തിരിച്ചു തല്ലണമെന്നുണ്ടോ നിനക്ക്? തലടി. ധൈര്യം ഉണ്ടെങ്കിൽ തലടി. തല്ലാൻ. മതി പ്രേമേ, നീ തല്ലരുതായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ തല്ലിയപ്പോ അച്ഛന് പൊള്ളിയല്ലേ? എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതച്ചപ്പോ ഇവളെ നിന്ന് ചിരിക്കായിരുന്നു. അതിന്റെ കണക്കാ ഞാനിപ്പോ തീർത്തത്. ഇനിയും തല്ലും. തോന്നിവാസം കാണിച്ച തല്ല് കൊന്നുകളാ ഞാൻ. പ്രേമേ നിർത്ത്. ഇത് ഞാൻ മറക്കുന്നാരും വിചാരിക്കണ്ട. മനഃപൂർവ്വം അല്ല ഇത് താഴെ വീണത്. അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അതിനൊരു കാരണമില്ലാതെ എന്നെ തല്ലി. മറക്കില്ല ഞാനിത്. നീ ഓർത്തിരുന്ന എനിക്ക് പുല്ലാടി. പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ടും പ്രേമ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ പോയി ചെയ്യടി. സഹായിക്കണം. ഓ, ഇത്ര സഹായിച്ചൊക്കെ പോരെ. എന്നെ കുറിച്ച് നിനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതൊന്നും ശരിയല്ല ദേവിക. ഇതിനുള്ള മറുപടി ഞാനല്ല, കാലമാ പറയേണ്ടത്. അത് പറഞ്ഞോളൂ. ബാക്കി അപ്പ സംസാരിക്കാം. നിനക്ക് ചപ്പാത്തി ഇഷ്ടമാണല്ലോ അല്ലേ? അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ജയിലില് ഒരു നേരം അതാണല്ലോ ഭക്ഷണം. ഓ, അപ്പൊ എന്നെ ജയിലിൽ എത്തിക്കാമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? എന്താ സംശയം? പുഴ എവിടേക്ക് എത്താറ് അവസാനം? കടലല്ലേ? അതുപോലെ നീയും കടലിലെത്തും, ജയിൽ എന്ന കടലിലേക്ക്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരുത്തനും അറിയില്ല. ചെയ്തു നോക്ക്. അപ്പ അറിയാം ഈ കത്തിക്ക് എന്തുമാത്രം മൂർച്ചയുണ്ടെന്ന്. ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. പോടാ, പോവാൻ. അമ്മേ, ഇതാ അമ്മയുടെ കുഴപ്പം.
എന്തുപറ്റി? അടുക്കളയിൽ ആരാ ഇപ്പൊ പണിയെടുക്കുന്നത്? ആ ദേവിക. അടുക്കള അവർക്ക് വിട്ടുകൊടുക്കാൻ പാടുണ്ടമ്മേ. അത് അമ്മയുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത്. ഒരു വീടിന്റെ അധികാരസ്ഥാനം എവിടെയാ? അടുക്കളയല്ലേ. അതിന്റെ നിയന്ത്രണം ഒരിക്കലും അമ്മ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മവും പറയുന്നേ? അവരെ അടുക്കളയിൽ നിന്ന് അടിച്ചിറക്കണം. അങ്ങനെ അവരവിടെ കിടന്ന ആളാവണ്ട. ഈ വീട്ടില് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അതവര് മനസ്സിലാക്കട്ടെ. ചെല്ലമ്മേ, ചെല്ല്. ആ അമ്മേ, ഞാൻ പറഞ്ഞു വിട്ടാണെന്ന് അവരറിയണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ അമ്മയുടെ പക്ഷം പിടിക്കുന്നുള്ള പരാതി അവർക്കുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞു? വെട്ടിപ്പിടിക്കാൻ നിൽക്കുന്നവരല്ലേ അമ്മ അവര്. അച്ഛനിപ്പോ അവരുടെ കൂടെ, ഞാനും കൂടി അവരുടെ പക്ഷം ചേർന്ന എല്ലാം ആയെന്ന അവര് കരുതുന്നത്. ഞാൻ ചെയ്യൂ? എനിക്ക് അമ്മയാ വലുത്. ചെല്ലമ്മേ, ചെന്നവരെ പുറത്താക്കും. അവരുടെ മുമ്പിൽ എന്നും അമ്മ ജയിച്ചു കാണണം. അതാ എന്റെ ആഗ്രഹം. ചെല്ലമ്മേ. കണ്ണു തെറ്റി അപ്പ കേറിക്കോളും. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി അടുക്കള കയറി പണിയെടുക്കാൻ? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അമ്മേ? അല്ലെങ്കിൽ ഞാനതൊക്കെ ചെയ്യുന്നതല്ലേ? എന്നാലേ ഇന്നു മുതൽ അത് വേണ്ട. ഇതെന്റെ വീടാ. അടുക്കളയുടെ നിയന്ത്രണം എനിക്കാ, നിനക്കല്ല. അമ്മയ്ക്കിതെന്താ പറ്റി? ഇതുവരെ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എന്നെ ഇങ്ങനെ ആക്കിയത് നീയല്ലേ. ഈ വീടിന്റെ ഭരണം പിടിച്ചെടുക്കാന്ന് നീ വിചാരിക്കേ വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ലടി. വേഗം ഇറങ്ങാൻ നോക്ക്. മേലാൽ അടുക്കളയിൽ കയറാൻ പാടില്ല. എന്താ അമ്മ ഇതൊക്കെ? എല്ലാരും കൂടി എന്നെ മണ്ടിയാക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ഇനി എന്നെ അതിന് കിട്ടില്ല. ഇറങ്ങടി പുറത്ത്. ഇറങ്ങാൻ.